3ds Maxൽ മോഡൽ ചെയ്യുമ്പോൾ റെഫറൻസ് യൂസ് ചെയ്യുന്നവരാണോ നിങ്ങൾ? ഓരോ തവണയും ബ്രൗസർ ടാബ്സ്, ഫോൾഡേഴ്സ്, ഇമേജ് വിൻഡോസ് അതെല്ലാം ഓപ്പൺ ചെയ്ത് റെഫറൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരാറുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ 3ds Maxൽ മോഡൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്ലഗിൻ നിങ്ങൾക്ക് വേണ്ടിയാണ് HMedia ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും റെഫറൻസ് ഇമേജസിനെ ഒരു ഫോൾഡറിലും സേവ് ചെയ്യാതെ കോപ്പി ചെയ്ത് 3ds Maxനുള്ളിൽ തന്നെ ഒരു ക്ലീൻ വർക്ക് സ്പേസിൽ പേസ്റ്റ് ചെയ്യാനും പിന്നീടും അത് റീഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാനും പറ്റുന്ന RefSlate Pro എന്ന HMedia ഡെവലപ്പ് ചെയ്ത പ്ലഗിനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്ലഗിൻ നിങ്ങളുടെ വർക്ക് ഫ്ലോയിൽ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ആക്സസ് ചെയ്യാമെന്നെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞു തരാം. കൂടാതെ ഈ വീഡിയോയിൽ ഈ പ്ലഗിൻ HMedia സ്റ്റുഡൻസിനും സബ്സ്ക്രൈബേഴ്സിനും എങ്ങനെ ഫ്രീ ആയി ആക്സസ് ചെയ്യാമെന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ HMedia. സാധാരണയായി ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ പിൻട്രസ്റ്റ്, ഗൂഗിൾ ഇമേജസ്, അതുപോലെ ക്ലയൻസിൽ നിന്നുള്ള റെഫറൻസുകൾ, ഇങ്ങനെല്ലാം ഒരുപാട് റെഫറൻസ് ഇമേജസുകൾ നമ്മൾ കളക്ട് ചെയ്യുകയും പല ഡിഫറെന്റ് ഫോൾഡേഴ്സിൽ അത് സേവ് ചെയ്യുന്നതുമാണ്. 3ds Maxൽ മോഡൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ സേവ് ചെയ്തു വെച്ച പല ഇമേജസും സെർച്ച് ചെയ്യുന്നതിനായി 3ds Maxൽ നിന്ന് പുറത്തു പോവുകയും ഡിഫറെന്റ് ഫോൾഡേഴ്സും ഇമേജ് വിൻഡോസും എല്ലാം ഓപ്പൺ ചെയ്ത് മാറി മാറി നോക്കേണ്ടതായി വരാറുണ്ട്. ഇത് ആക്ച്വലി നമ്മളെ മോഡലിംഗ് ടൈമിനെ ബാധിക്കുന്നതാണ്. ഈ ഒരു പ്രോബ്ലമാണ് RefSlate Pro ഇവിടെ സോൾവ് ചെയ്യുന്നത്. RefSlate Pro ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ക്ലീൻ ആയ വർക്ക് സ്പേസ് ആണ് നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നത്. ഇതിൽ അൺനെസസറി ആയ ടൂൾ ബാർസോ സ്ക്രീൻ സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്ന അങ്ങനെ ഒന്നും ഇതിലില്ല. ഈ വിൻഡോയുടെ 4 കോർണറിലും കാണുന്ന ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് ബട്ടൺ യൂസ് ചെയ്ത് ഇതിനെ റീസൈസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സൈസിൽ സ്ക്രീനിൽ എവിടെ വേണമെങ്കിലും നമുക്കിതിനെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഓൾവേസ് ഓൺ ടോപ്പ് വർക്ക് ഫ്ലോ കാരണം നമ്മൾ മോഡൽ ചെയ്യുന്ന സമയത്തും നമുക്ക് ഈ ഒരു ബോർഡ് വിസിബിൾ ആയിരിക്കും. വ്യൂ പോർട്ടിൽ ഈ ബോർഡിനെ മൂവ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളിടത്ത് പ്ലേസ് ചെയ്യുന്നതിനായി മൗസിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി കൂടുതൽ വർക്ക് സ്പേസ് നമുക്ക് ആവശ്യമാണ്. ഈ ബോർഡ് മിനിമൈസ് ചെയ്യണമെങ്കിൽ ഈ ബോർഡിൽ ഒരു സിംഗിൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇതിന്റെ മെനു ഓപ്പൺ ചെയ്യുകയും നമുക്കിതിനെ മിനിമൈസ് ചെയ്യാവുന്നതുമാണ്. വ്യൂ പോർട്ടിന്റെ താഴെ നമ്മൾ ഈ ഒരു റെഫറൻസ് ബോർഡ് ഇതുപോലെ മിനിമൈസ് ആകുന്നതാണ്. ഇനി ഡബിൾ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഈ ഒരു ബോർഡിനെ നമുക്ക് തിരിച്ചെടുക്കാവുന്നതുമാണ്. ഇനി സേവ് ചെയ്ത റെഫറൻസ് ഇമേജസുകളെ നമുക്കിതിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം. ഫോൾഡേഴ്സ് ഓപ്പൺ ചെയ്ത് നമ്മൾ സേവ് ചെയ്ത റെഫറൻസ് ഇമേജസിനെ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഈ ഒരു ബോർഡിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള റെഫറൻസുകളെ ഇതുപോലെ സൂം ചെയ്ത് മോഡൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഏതെങ്കിലും ബ്രൗസറിൽ നിന്നോ ആപ്ലിക്കേഷൻസിൽ നിന്നോ കോപ്പി ചെയ്ത ഇമേജസ് ആണെങ്കിൽ അതിനെ ഫോൾഡേഴ്സിലേക്ക് സേവ് ചെയ്യാതെ കോപ്പി ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ബോർഡിലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള അത്രയും ഇമേജസിനെ ഇതുപോലെ കോപ്പി ചെയ്ത് നമ്മുടെ ഈ ബോർഡിലേക്ക് ഇതുപോലെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതുപോലെ ഓരോ ഇമേജസിനെയും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് ആയി ഈ ബോർഡിലുള്ള ഇമേജസിനെ കവർ ചെയ്യാതെ അതിന്റെ അടുത്തുള്ള എംപ്റ്റി സ്പേസിലാണ് ഈ ഇമേജസ് പ്ലേസ് ആകുന്നത്. അതിനാൽ ഓരോ ഇമേജസ് ആഡ് ചെയ്ത ശേഷവും അതിനെ മാനുവലായി സെലക്ട് ചെയ്ത് മൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരുപാട് ഇമേജസ് ഉള്ള ബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സൂം ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ഇമേജസ് കാണുന്നതിനായി പാൻ ചെയ്യേണ്ടി വരുന്നതാണ്. ഇതിനായി മൗസിന്റെ മിഡിൽ ബട്ടൺ ഹോൾഡ് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്യാവുന്നതുമാണ്. മൾട്ടിപ്പിൾ ഇമേജസിനെ ഹാൻഡിൽ ചെയ്യുന്നതിനായി അലൈൻമെന്റ് ടൂൾസ് ഇതിൽ അവൈലബിൾ ആണ്. ഈ ബോർഡിൽ ഒരു സിംഗിൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയ എല്ലാ ടൂൾസും ഇതിൽ കാണാവുന്നതാണ്. ആവശ്യമുള്ള ഇമേജസിനെ സെലക്ട് ചെയ്ത് ഹൊറിസോണ്ടലായോ വെർട്ടിക്കലായോ ഫ്ലിപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൺട്രോൾ ഷിഫ്റ്റ് യു പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ഇമേജസിനെ ഡിസാച്ചുറേറ്റ് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽ മാത്രം ചെക്ക് ചെയ്യാവുന്നതാണ്. വീണ്ടും കൺട്രോൾ ഷിഫ്റ്റ് യു പ്രസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും തിരികെ ആ ഒരു ഇമേജിനെ കളർ ആക്കാവുന്നതുമാണ്. ഇനി നമ്മൾ സെറ്റ് ചെയ്ത ഈ ഒരു ബോർഡിനെ സേവ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യണമെങ്കിൽ കൺട്രോൾ എസ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ബോർഡിനെ നമുക്ക് ആവശ്യമുള്ളിടത്ത് സേവ് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ബോർഡ് റീസെറ്റ് ചെയ്ത് ഒരു ന്യൂ ബോർഡ് സെറ്റ് ചെയ്യണമെങ്കിൽ കൺട്രോൾ എൻ പ്രസ് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമ്മളുടെ ബോർഡ് ഇതുപോലെ റീസെറ്റായി ന്യൂ ആയി ഓപ്പൺ ആയിരിക്കുകയാണ്. ഇനി മുന്നേ സേവ് ചെയ്ത ബോർഡിനെ ഇതിലേക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ കൺട്രോൾ ഓ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയോ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ റീസെന്റിൽ നിന്നും
റീസെൻ്റായി നമ്മൾ സേവ് ചെയ്ത ബോർഡിനെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതുമാണ്. കീബോർഡിൽ F പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബോർഡിലുള്ള എൻ്റയർ ഇമേജസിനെ ഈ ബോർഡിൽ ഫിറ്റായി ഇതുപോലെ കാണാവുന്നതാണ്. അതുപോലെ ഈ ഒരു ബോർഡിൽ എത്ര ഇമേജസ് ഉണ്ട്, എത്ര പെർസെൻറ്റേജ് സൂമിങ് നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം താഴെ ഈ ഒരു ഭാഗത്ത് നമുക്കിതുപോലെ കാണാവുന്നതാണ്. കീബോർഡിൽ ടാബ് പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെയും നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാനും ആക്റ്റീവ് ചെയ്യാവുന്നതുമാണ്. ഇമേജസിനെ സെലക്ട് ചെയ്യുന്നതിനായി മാർക്കി ടൂളാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിതുപോലെ ഇമേജസുകളെല്ലാം സെലക്ട് ചെയ്യാനും സെലക്ട് ചെയ്ത ഇമേജുകളെ Ctrl D പ്രസ് ചെയ്ത് ഡീസെലക്ട് ചെയ്യാവുന്നതുമാണ്. ഇതിലൂടെ നമ്മളുടെ ഈ ഒരു ബോർഡിനെ വളരെ ഈസിയായി ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഗംറോഡിൽ ഈ ഒരു പ്ലഗിൻ അവൈലബിൾ ആണ്. $5 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ എച്ച് മീഡിയയുടെ സ്റ്റുഡൻസിനും ഫോളോവേഴ്സിനും എച്ച് മീഡിയയുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുന്നതിലൂടെ ഈ വീഡിയോയുടെ പോസ്റ്റിൽ നിന്നും ഇതിൻ്റെ ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്ക് ആക്സസ് ചെയ്തുകൊണ്ട് ഇത് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഈ ഒരു പ്ലഗിൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. സ്ക്രിപ്റ്റിംഗിൽ റൺ സ്ക്രിപ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിൽ ഡൗൺലോഡ് ചെയ്ത റഫ്സ്ലൈറ്റ് പ്രോ വേർഷൻ 2.0 എന്ന ഈ .mcp ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഇതിനെ ബട്ടനായി നമ്മൾ മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യുന്നതിനായി 3ds Max ക്ലോസ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഞാനിവിടെ 3ds Max ക്ലോസ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി കസ്റ്റമൈസ് യൂസർ ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ടൂൾ ബാർസിൽ കാറ്റഗറിയിൽ എച്ച് മീഡിയ 3D അക്കാഡമി എന്ന കാറ്റഗറിയാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മുടെ പ്ലഗിൻ ഇവിടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് ന്യൂ എന്നൊരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഒരു ന്യൂ ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്യാം. ആക്ഷൻസിൽ നിന്നും നമ്മുടെ പ്ലഗിൻ ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് ഇതിനെ ബട്ടനായി ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതിനെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്ത് നമ്മുടെ വർക്കുകളിൽ റെഫറൻസുകളെ ഹാൻഡിൽ ചെയ്യുന്നതിനായി യൂസ് ചെയ്യാവുന്നതാണ്. ഈ പ്ലഗിൻ യൂസ് ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. 3D വിഷ്വലൈസേഷൻ സീരിയസ് ആയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ ലൈവ് കോഴ്സുകൾ എച്ച് മീഡിയയിൽ അവൈലബിൾ ആണ്. ബെറ്റർ റെൻഡർ ക്വാളിറ്റിയിൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം, 3D വിഷ്വലൈസേഷനിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രീലാൻസ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടോടു കൂടി ഓൺലൈനിൽ ലൈവ് കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയാനായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.